ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽ കൊഴുക്കട്ടയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് അരിപ്പൊടി, തേങ്ങാപ്പാൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. കുറേ കൂടുതൽ പാൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താൽ മതിയാവും. ഞാൻ കുറച്ചിപ്പോൾ കൂടുതൽ എടുത്തിട്ട്, ഞങ്ങൾക്ക് കൂടുതൽ ചേർക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാര, നട്ട്സും മുന്തിരിയും വറുത്തിടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് നെയ്യ്, ബദാം, മുന്തിരി. ഞാൻ സ്റ്റൗ ഓണാക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിപ്പൊടി കുഴയ്ക്കാനുള്ള വെള്ളം അടുപ്പത്തേക്ക് വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് വെള്ളം കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ളത്. ഞാൻ അരിപ്പൊടി ഒരു ബൗളിലേക്ക് തട്ടിയിട്ടു. അതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് ഈ അരിപ്പൊടി കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അടയ്ക്കൊക്കെ കുഴയ്ക്കുന്നതിൻ്റെ കണക്ക് കുഴച്ചാൽ മതിയാവും. അതാണ് ഒരു കറക്റ്റ് പരുവം. നമ്മുടെ അരിപ്പൊടി ഇപ്പം ഏകദേശം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കി സ്റ്റീമറിൽ വേവിച്ചെടുക്കാം. കുറേശ്ശെ മാവായിട്ടെടുത്ത് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ചെറുതായിട്ട് മതിയാവും. കയ്യിലൊട്ടുന്നെങ്കിൽ കുറച്ച് വെള്ളം തൊടാം. സ്റ്റൗ ഓണാക്കാണ്. സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമ്മുടെ കൊഴുക്കട്ട ഏകദേശം ഉരുട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ആവിയിൽ ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളം ഏകദേശം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊഴുക്കട്ട കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാ കൊഴുക്കട്ടയും ഒന്നൊന്നായി നമ്മുടെ സ്റ്റീമറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീമർ അടച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. കാരണം ഇനി നമ്മൾ തേങ്ങാപ്പാലിലിട്ട് വീണ്ടും നമ്മൾ വേവിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് മാറ്റാം. നമ്മുടെ കൊഴുക്കട്ട അപ്പം ഒരു ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു പാൻ അടുപ്പത്തേക്ക് വച്ചിട്ടുണ്ട്. കാരണം തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, ഇതിപ്പോൾ ഏകദേശം ഒരു 3 കപ്പൊക്കെ ഉണ്ടാവും. അത്ര മതിയാവും. ഇനി ഇത് തിളയ്ക്കുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 3 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കൂടെ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്.
ഞാൻ കുറച്ച് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ, കാരണം ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേകാനായിടാം. നമ്മുടെ കൊഴുക്കട്ട എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും കൂടെ കുറുകാനുണ്ട്. അഥവാ പാല് കൂടിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 1 സ്പൂൺ അരിപ്പൊടി കലക്കി വീത്തി കൊടുത്താൽ മതിയാവും. നമ്മുടെ കൊഴുക്കട്ട എന്തായെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുകയാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി നട്ട്സൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. എടുത്തു വച്ചിട്ടുള്ള ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുന്തിരി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് പ്രാവശ്യം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈത്തപ്പഴത്തിൻ്റെ കുറച്ച് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും. നമ്മുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.